ഉയർന്ന റാങ്ക് നേടിയ നീതു മാമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പറയൂ മാം, ഈ ഒരു സന്തോഷത്തിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അത്രയും വീഡിയോ ക്ലാസ്സുകളായിരുന്നു കണ്ടിരുന്നത്. കാരണം രാവിലെ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിരുന്നു. അപ്പൊ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ കാണുമായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ അത്രയും വീക്കായ ഒരു ടൈമിലായിരുന്നു. അപ്പൊ എന്നെ അത്രയും വീഡിയോ ക്ലാസ്സുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂ, ഞാൻ കുഞ്ഞു ഭാവിയായതിനു ശേഷമാണ് ഇന്റർവ്യൂവിന് പോയത്. അപ്പൊ സാറിന്റെ ക്ലാസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോ ഒന്നും ആവില്ലായിരുന്നു എന്നെ മുന്നോട്ട് കൊണ്ടുവന്ന എന്തായാലും എയിംസ് തന്നെയാണ്. എന്നും ഈ കടപ്പാട് ഉണ്ടാവും മനസ്സിൽ. ഓക്കെ മാം, ഈ ഒരു സുദിനത്തിൽ മാഡത്തിന് ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് എന്റെ ഹസ്ബൻഡിനോടാണ്. കാരണം അത്രയും അപ്പൊ ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് ആയിരുന്നു. ഓക്കെ സർ, മാം പറഞ്ഞു ഒരുപാട് സപ്പോർട്ട് ചെയ്തെന്നുള്ളത്. മാഡത്തിന് ഈ ഒരു പഠനത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു സർ? സാറോട് രണ്ടു വാക്ക് പറയും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി പകലെന്നില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഛർദി. ഇവൻ അപ്പോ ഇതായിരുന്നു, പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോ ആ ഛർദിച്ച് പഠിച്ച് ആ ടോയ്ലറ്റിൽ നിന്നും അവൾ ആ ഫോൺ നോക്കി അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയത് നല്ലൊരു ഇത് തന്നെയാണ് ഞങ്ങൾക്ക്. ഓക്കെ മാം, എങ്ങനെയായിരുന്നു, ഏതൊരു സ്ട്രാറ്റജി വഴിയാണ് മാം പഠിച്ചത്? ആ ഒരു രീതി എങ്ങനെയായിരുന്നു മാം? ഞാൻ നോട്ട്സ് എഴുതി വെക്കണ്ടായിരുന്നു. ലൈവ് കാണുമായിരുന്നെങ്കിലും അതിന്റെ നോട്ട്സ് എഴുതുമായിരുന്നു. പിന്നെ തീരെ പറ്റിയിട്ടില്ലെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമായിരുന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഞാൻ ആ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നോക്കുമായിരുന്നു. അല്ലാതെ അടുത്ത ടോപ്പിക്ക് പോവാതെ പഠിച്ചത് ഞാൻ വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുമായിരുന്നു. കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും പഠിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാഡത്തിന് എന്ത് മെസ്സേജാണ് നൽകാനുള്ളത്? കാരണം വെറുതെ ഒരു PSC കോച്ചിങ്ങിന് പോവാതെ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചാൽ എന്തായാലും കിട്ടും. ചിലർ പറയും PSC കിട്ടണില്ല എന്ന്, പക്ഷെ എന്തായാലും കിട്ടും. അതാ ആ വാശി നമുക്ക് ഉണ്ടാവണം. പലരും പലതും പറയാണ്ടാവും, പക്ഷെ ആ ഒരു പിടുത്തം വിടാതെ ഓരോ ദിവസവും ഒരു മണിക്കൂർ 2 മണിക്കൂർ ഒന്നും പോരാ, ഒരു ദിവസം ഇരുന്ന് മുന്നോട്ട് വന്നാൽ എന്തായാലും എല്ലാവർക്കും ആ ഒരു വിജയം കിട്ടും. ഓക്കെ മാം, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഒരുപാട് താങ്ക്സ്. താങ്ക് യു സർ.